Hi students, next topic on event management, that is negotiating contracts with event organizers. Means നമ്മളൊരു event contract അല്ലെങ്കിൽ event management contract എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം every contract there are two parties, that is the event managementലും അതുപോലെ ഒരു കോൺട്രാക്ട് ബേസിൽ നമ്മൾ വർക്ക് ചെയ്യണേ, ദാറ്റ് ഈസ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കസ്റ്റമർ നമ്മളൊരു കോൺട്രാക്ട് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ദർ ആർ ലോട്ട് ഓഫ് സപ്ലൈസ്. ഒരു എന്താ പറയുക, ഇവൻറ്റ് മാനേജ് ഇൻഡസ്ട്രിയിൽ ലോട്ട് ഓഫ് സപ്ലൈസ് ഉണ്ടാകും. ഈ സപ്ലൈസ് പറയുമ്പം ദർ ആർ സ്റ്റാഫ് ആകാം, ഓഡിയോ വിഷ്വൽ ആയിരിക്കാം, ഫോട്ടോഗ്രാഫി, ഡെക്കറേഷൻ ടീം, കാറ്ററിംഗ്, ഇവൻറ്റ് വെന്യൂസ്, ഒരു വാലറ്റ് പാക്കിംഗ്, മാജിക്, ഫർണിച്ചർ, ഗിഫ്റ്റ്സ്, ഇൻസെൻറ്റീവ്, എക്സെട്ര എക്സെട്ര. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ഒരു എന്താ ഇവൻറ്റ് സപ്ലൈസിന് ഡീൽ ചെയ്യുന്നുണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ നമുക്കും ഇപ്പം ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇപ്പോൾ ഒറ്റയ്ക്ക് സെൽഫ് ഡിപ്പെൻഡ് ആയിരിക്കില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാറ്ററിങ്ങിന് വേറെ ആൾക്കാർ ഏൽപ്പിക്കുന്നതായിരിക്കും, ഡെക്കറേഷന്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് സപ്ലൈസ് ആയിട്ട് നമ്മൾ ഡീല് നടത്തിയിട്ടായിരിക്കും എന്താ ഒരു ഇവൻറ്റ് നടത്തുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് സപ്ലൈസ് ആയിട്ട് നമ്മൾ എന്താ ഓരോ എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടു പാർട്ടീസ് തമ്മിൽ സംസാരിച്ചിട്ട് ഒരു മ്യൂച്വൽ ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മളൊരു കോൺട്രാക്ട് നടത്തുന്ന നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട് എന്ന് പറയും. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഒരു കാറ്ററിങ്ങിന് നമ്മളൊരു വെഡ്ഡിങ് ഫംഗ്ഷനാണ്, ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ കാറ്ററിങ്ങിന് എന്താ കാറ്ററിംഗ് ടീം 1 lakh പറയും. അപ്പോൾ നമ്മളെന്താ നമുക്ക് 1 lakh ഇല്ല, നമ്മൾ ഒരു 80,000 or 85,000 പറ്റുള്ളൂ പറയും. അപ്പോൾ ബോത്ത് ദ പാർട്ടീസ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് സപ്ലൈസ് സംസാരിച്ചിട്ട് ഒരു നെഗോഷിയേഷനിലെത്താണ്, സംസാരിച്ച് എന്താ പറയുക ഒരു മ്യൂച്വൽ ഡിസിഷനിലെത്തുന്നതിനാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് സപ്ലൈസ് ആയിട്ട് സംസാരിച്ച് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്. ഓക്കെ, ദെൻ ദ കീ ടു ഓർഗനൈസിങ് എ ഗ്രേറ്റ് ഇവൻറ്റ് ഇസ് പ്ലാനിങ്. എപ്പോഴും നമ്മളൊരു കാര്യം പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇവൻറ്റ് നല്ലൊരു ഇവൻ്റായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ച് എന്താ നമുക്ക് ആ ഒരു ഇവൻറ്റ് വിത്തിൻ ബഡ്ജറ്റ് നമുക്കൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഇവൻ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ നന്നായിട്ടൊരു ഇവൻ്റ് നടത്തുക വിത്തിൻ ബഡ്ജറ്റ്. നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ആ ഇവൻ്റ് നടത്താൻ പറ്റും. എങ്ങനെയാണ്? പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ. ദെൻ പാർട്ട് ഓഫ് എ സക്സസ്ഫുൾ പ്ലാനിങ് സ്ട്രാറ്റജീസ് ബീങ് ഏബിൾ ടു ബാലൻസ് ദ ബഡ്ജറ്റ്. നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്, ഒരു ഇവൻറ്റിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഓരോ കാര്യങ്ങളും പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ ഒരു ഇവൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then here are some tips about how to negotiate with suppliers to reduce cost. അതായത് നമ്മൾ മെയിൻലി സപ്ലൈസിൻ്റെ നിന്ന് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നെഗോഷിയേഷൻ നടത്താം, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ സപ്ലൈസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു നെഗോഷിയേഷൻ നടത്താനുള്ള ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, റിസർച്ച് കോസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മളൊരു നെഗോഷിയേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ സപ്ലൈസ് ആയിട്ട് കോസ്റ്റിനെ പറ്റി, മീൻസ് നമ്മൾ പ്രൈസിനെ പറ്റി ആയിരിക്കും എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ആ ഒരു കോസ്റ്റ് നമ്മൾ നെഗോഷിയേഷൻ നടത്തുന്നതിന് മുമ്പേ റിസർച്ച് നടത്തണം. ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഫുഡിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെക്കറേഷൻ ആയിക്കോട്ടെ, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ എന്തായിക്കോട്ടെ നമ്മൾ നടത്തുമ്പോൾ ആ പർട്ടിക്കുലർ എന്തിനെ വെച്ച് നമ്മളൊരു നെഗോഷിയേഷൻ നടത്താൻ പോണേ അതിനെ നമ്മളൊരു റിസർച്ച് നടത്തണം. ഓക്കെ, ആ റിസർച്ച് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ബിഫോർ സ്റ്റാർട്ട് നെഗോഷിയേഷൻ വിത്ത് സ്പെസിഫിക് സപ്ലൈസ്. ഒരു സ്പെസിഫിക് സപ്ലൈസ് ആയിട്ട് നെഗോഷിയേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു പർട്ടിക്കുലറിനെ വെച്ച് റിസർച്ച് നടത്തിയിരിക്കണം. ദെൻ ഇറ്റ് വിൽ ബി ഈസി ടു നെഗോഷിയേറ്റ് ഓൺ പ്രൈസ് ബിലോ ഓൺ ഗോയിങ് മാർക്കറ്റ് പ്രൈസസ്. അങ്ങനെ റിസർച്ച് നടത്തി നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു എന്താ പറയുക ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിന് ഇത്ര എമൗണ്ട് ആണെന്ന് നമുക്ക് റിസർച്ച് നടത്തി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ ഓരോ പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് നമുക്ക് കിട്ടുന്ന വിധത്തിൽ നമുക്ക് നെഗോഷിയേഷൻ നടത്താൻ പറ്റും. അതല്ല എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എന്താ സപ്ലൈസ് പറയുന്ന എമൗണ്ട് ഞാനങ്ങ് മീൻസ് സമ്മതിക്കും, അപ്പോൾ നമുക്ക് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നെഗോഷിയേറ്റ് സ്ട്രാറ്റജി. ഓക്കെ, നെഗോഷിയേറ്റ് സ്ട്രാറ്റജിയിൽ എന്താ പറഞ്ഞത്, തിങ്ക് അബൌട്ട് എ നെഗോഷിയേറ്റിംഗ് സ്ട്രാറ്റജി ബിഫോർ അപ്രോച്ചിങ് സപ്ലൈസ്. മീൻസ് നമ്മളൊരു സപ്ലൈസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നെഗോഷിയേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ മീൻസ് അത് ഫിക്സ് ചെയ്തിരിക്കണം. എന്താണ് അത്, പ്രൈസാണ് നമ്മൾ മെയിൻ ഇത്, അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് മോർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യം നമ്മളൊരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കതിനനുസരിച്ച് നല്ലൊരു നെഗോഷിയേഷൻ നടത്തി
ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ തേർഡ് വൺ, അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡസ്ട്രി ജാർഗൺസ്. ദാറ്റ് മീൻസ് ഇഫ് ദർ ആർ സ്പെസിഫിക് ടേംസ് യൂസ്ഡ് വിത്തിൻ ദ സെക്ടർ വിച്ച് യു ആർ നെഗോഷിയേറ്റിംഗ് വിത്ത്, മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ മീൻ ബിഫോർ യു എക്സാമിൻ ദ കോഡ്. ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, നമ്മളൊരു നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ടേംസ് യൂസ് ചെയ്തിട്ട് മീൻസ് ഒരു പർട്ടിക്കുലർ സെക്ടറിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട്, നമുക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ടുള്ള ഒരു നെഗോഷിയേഷൻ നടത്താൻ പറ്റണം. ആൻഡ് എന്താ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണോ അവരും പറയുന്നതെന്നുള്ള ആ ഒരു അവരുടേതായ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ കോട്ട് മീൻസ് മനസ്സിലാക്കി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെഗോഷിയേഷൻ നടത്തേണ്ടത്. ഓക്കെ, ദെൻ ഗെറ്റ് മൾട്ടിപ്പിൾ കോഡ്സ്. മീൻസ് അറ്റ്ലീസ്റ്റ് 3 കോഡ്സ് എങ്കിലും ഡിഫറെൻറ്റ് സപ്ലൈസിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബെസ്റ്റ് കോസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം ഏത് സപ്ലൈനെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഒരു കോട്ടിന് മീൻസ് ഒരു സപ്ലൈറിനെ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 3 കൊട്ടേഷനെങ്കിലും നമ്മൾ എന്താ പറയുക പിടിച്ചിട്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം സപ്ലൈസിന് നമ്മൾ എന്താ നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ, ഡോണ്ട് ലീവ് ബുക്കിംഗ് ടു ലാസ്റ്റ് മന്ത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ് മീൻസ് പർപ്പസ് ആണെങ്കിൽ അല്ലെങ്കിൽ വെഡ്ഡിങ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്യണത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്കെന്താ അത് നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുപോലെ കോസ്റ്റ് കുറച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെയാണ് നമ്മളൊരു ബുക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് എന്താ കിട്ടാനും നമുക്ക് പിന്നെ നെഗോഷിയേഷൻ പെട്ടെന്ന് നടക്കില്ല. മീൻസ് നമുക്ക് അവർ ഡിമാൻഡ് ചെയ്യും, നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ നമുക്കറിയാലോ, അതിനനുസരിച്ച് നമുക്ക് നെഗോഷിയേഷൻ നമുക്ക് പെട്ടെന്ന് നടക്കില്ല. അവർ പറയുന്ന പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഹാവ് എ ഡെപ്പോസിറ്റ് അവൈലബിൾ. മീൻസ് നമ്മൾ നേരത്തെയൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ നമ്മൾ എന്താ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അഡ്വാൻസ് നമുക്കൊരു ഉറപ്പാണ് നമുക്ക് കിട്ടും, അതുപോലെ ഒരു എമൗണ്ട്. അപ്പോൾ നമുക്ക് എന്താ ലാസ്റ്റ് പേയ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ നമുക്ക് മീൻസ് നമുക്ക് ഏറ്റവും നല്ലതാണ് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ദെൻ ലെവറേജ് യുവർ ബൈയിങ് പവർ. That is, think about how you can use your buying power as added extra supplier. That means ചില കേസിൽ നമ്മുടെ ബൈയിങ് പവറും എങ്ങനെയിരിക്കണം എന്ന് മീൻസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സപ്ലയർ നമുക്ക് എന്താ സപ്ലൈ ചെയ്യാൻ സമ്മതിക്കണേ. ഇപ്പോൾ ചില കേസിൽ നമ്മളിപ്പം കണ്ടിന്യൂസ്ലി മൾട്ടിപ്പിൾ ഇവൻറ്റ്സിന് ഒരു സ്ഥലത്ത് സെയിം സപ്ലയർ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്താ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. മീൻസ് നമ്മൾ നമ്മളൊരു സപ്ലയർ നമ്മൾ കിട്ടാൻ വേണ്ടി എന്താ നമ്മളെപ്പോഴും ഓർഡർ കിട്ടാൻ വേണ്ടി അവരെന്താ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് കൊടുക്കും മീൻസ് ഡിസ്കൗണ്ട്, അതുപോലെ എക്സ്ട്രാ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. സോ അത് നമ്മുടെ ഒരു ബൈയിങ് പവർ, അതായത് എപ്പോഴും നമ്മളിപ്പം മൾട്ടിപ്പിൾ ഇവൻറ്റ്സിന് പർട്ടിക്കുലർ സപ്ലയറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി അവരങ്ങനെ കുറച്ച് സ്ട്രാറ്റജി ഒക്കെ നടത്തും. ഓക്കെ, ദെൻ കീപ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഓപ്പൺ. മീൻസ് നമ്മളൊരു നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. മീൻസ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാം, അതുപോലെ നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് ഒരു കോമൺ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എത്തണമെന്നാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ലെങ്കിൽ ദർ ഇസ് നോ സക്സസ്ഫുൾ നെഗോഷിയേഷൻ ഹാപ്പൻസ്. ഓക്കെ, നമ്മളൊരു നെഗോഷിയേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസ് നടത്തിയാൽ മാത്രമേ നമുക്ക് നെഗോഷിയേഷൻ നടക്കുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, റൺ ഡ്യൂ ഡിലിജൻസ് ചെക്സ്. ദാറ്റ് മീൻസ് make sure you run due diligence checks on any suppliers you work with. That means എന്താ ഒരു കമ്മിറ്റ് ചെയ്യും, ഒരു പർട്ടിക്കുലർ സപ്ലയർ നമുക്ക് ഇത്ര സംഭവം നമുക്ക് ഡെലിവർ ചെയ്യാം എന്നൊരു കമ്മിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെന്താ ആ ഒരു മീൻസ് അവർ പറഞ്ഞ അത്ര നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് സപ്ലയർ സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. മീൻസ് ആ ഒരു കോൺട്രാക്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ക്യാൻ ബി റൈറ്റിംഗ് ഇൻ ദാറ്റ് കോൺട്രാക്ട്. ദാറ്റ് ഇസ് നമ്മൾ സപ്ലയർ ആയിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്തെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ നമ്മളൊരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ A to Z കാര്യങ്ങൾ ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് മീൻസ് ആ ഒരു എഗ്രിമെൻറ്റിൽ എഴുതിയിട്ട് സൈൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ സപ്ലയർ കമ്മിറ്റ് ചെയ്ത് എന്താണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ടൈമിൽ ഡെലിവർ ചെയ്യേണ്ടത് നോക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെഗോഷിയേഷനിൽ എന്തൊക്കെ നമുക്ക് നെഗോഷിയേഷൻ നടത്തുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.